ബിഗ് ബോസ് ഇറങ്ങിയിട്ട് അതിനുശേഷം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലും വിളിച്ചായിരുന്നു? പിന്നെ ഒക്കെ പറഞ്ഞുതരാം, വരൂ. വിളിച്ചായിരുന്നു, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ല. അനുവിനെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. ഒരു കാര്യം അല്ല, അനുമോൾക്ക് ഇന്നലെ ഒരു തിരുവനന്തപുരത്ത് ഒരു ഭയങ്കര സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നെവിന് അതുപോലെ ഇവിടെ ഒരു സ്വീകരണം എല്ലാം പഠനമുണ്ടോ? എനിക്കോ? എന്തിന്? ജനസംസാരം അങ്ങനെയാ. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നെവിൻ ബ്രോയുടെ ജെൻഡർ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അതുപോലെ തന്നെ നെവിൻ ബ്രോ ഒരു ഗേ ആണ് എന്നുള്ള രീതിയിൽ പല കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ടായിരുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ തന്നെ രജിത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ല ഗെയിം നോക്കേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ജീവിക്കട്ടെ എന്നുള്ള സംഭവം രജിത് സാറ് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാർക്ക് നിനക്കെന്നാ പ്രശ്നം? ഇയാൾ ഇത്രയും വലിയ പുലിവാലായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ജെൻഡർ അറിഞ്ഞിട്ട് അറിയാതെ സപ്പോർട്ട് ചെയ്ത ഇപ്പൊ കുട്ടികൾ, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആൻസർ. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിന് മെയിനായിട്ട് ഇതിനെ കണക്ട് ചെയ്തരാം. ഇതിന് മെയിനായിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാകാനായിട്ട് ഒറ്റ കാരണം നെവിനും അഭിഷേകും തമ്മിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഭയങ്കര വൈറലായിട്ടുണ്ട്. റിസോർട്ടിൽ ഡാൻസ് താൻ കൂടുതലൊന്നും പറയണ്ട. നീ മേടിച്ചോ? അങ്ങനെ ചെയ്യാതിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം ദിലീപ് ഏട്ടനെ എടുത്ത് ചോദിച്ചിട്ടില്ല? ചെറിയൊരാശ്വാസം. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? ലാലേട്ടനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവരാരും ചെയ്ത സംസാരങ്ങൾ ഉണ്ടായില്ല. അതാണ് വ്യത്യാസം. എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്?